Hello my dear students, welcome to the EduZone Commerce Platform. ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന EduZone ദി കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷനായ സ്റ്റാഫിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. സ്റ്റാഫിങ്ങിൻ്റെ മീനിങ് ഓഫ് സ്റ്റാഫിങ്, ഡെഫിനിഷൻസ് ഓഫ് സ്റ്റാഫിങ് അല്ലേ, പിന്നെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ സവിശേഷതകൾ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, സ്റ്റാഫിങ് ആസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, സ്റ്റാഫിങ് ഒരു മനുഷ്യ വിഭവ മാനേജ്മെൻറ്റ് എന്ന നിലയിൽ അതിനെക്കുറിച്ചിട്ടും കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഒരൊറ്റ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് ഓർ സ്റ്റാഫിംഗ് പ്രോസസ്സ്, സ്റ്റാഫിങ്ങിൻ്റെ പ്രക്രിയ. ഇതിനെക്കുറിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ വീഡിയോയിൽ ഈ പോയിൻ്റുകൾ ഡിസ്കസ് ചെയ്യാൻ കാരണം അത്രയും ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പ്രോസസ്സ് ഓഫ് സ്റ്റാഫിംഗ് ഓർ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ്. ക്ലിയർ? ഈ ഗ്രാഫിൽ നോക്കുക, സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് 8 പ്രോസസ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, ലാസ്റ്റ് വൺ കോമ്പൻസേഷൻ. ഈ 8 പോയിൻറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തേക്ക് ആവശ്യമുള്ള ജോലിക്കാരെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യും, അത് ആവശ്യമുള്ള ജോലിക്കാരെ നമ്മൾ എങ്ങനെ അറിയും, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കഷൻ വരുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഫസ്റ്റ് പ്രോസസ്സ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്, മനുഷ്യപ്രയത്നത്തിൻ്റെ ആവശ്യം ആദ്യം കണക്കാക്കണം. എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ ഡിറ്റർമിൻ ചെയ്യണം. ഡിറ്റർമിനേഷൻ ഓഫ് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഫോർ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരീഡ്, ഭാവിയിലെ ആവശ്യമായ എംപ്ലോയീസിൻ്റെ എണ്ണവും ഏതൊക്കെ ടൈപ്പ് എംപ്ലോയീസിന് ആവശ്യമുണ്ടെന്നും നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യണം, കണക്കാക്കണം. ഓക്കെ, അത് 2 രൂപത്തിൽ കണക്കാക്കാൻ പറ്റും. വർക്ക് ലോഡ് അനാലിസിസിലൂടെയും വർക്ക് ഫോഴ്സ് അനാലിസിസിലൂടെയും നമുക്കത് കണക്കാക്കാം. അതായത് വർക്ക് ലോഡ് അനാലിസിസ് പറഞ്ഞാൽ ആവശ്യമുള്ള തൊഴിലാളികളുടെ എണ്ണം നമ്മൾ നോക്കിയെടുക്കുകയാണ്. എണ്ണവും ഏതൊക്കെ ടൈപ്പ് എംപ്ലോയീസിനെ വേണമെന്നുള്ളതിന് നമ്മൾ ആവശ്യമുള്ള എംപ്ലോയീസിനെ നോക്കുമ്പോൾ വർക്ക് ലോഡ് അനാലിസിസ് എന്നും, അതേസമയം സ്ഥാപനത്തിന് ഇപ്പോൾ ഉള്ള ലഭ്യമായ ജീവനക്കാരുടെ എണ്ണവും ടൈപ്പും കണക്കാക്കുമ്പോൾ അതിനെ വർക്ക് ഫോഴ്സ് അനാലിസിസ് എന്നും പറയും. 2 രീതിയിൽ, വർക്ക് ഫോഴ്സ് അനാലിസിസും വർക്ക് ലോഡും. ഇത് വർക്ക് ലോഡ് പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തേക്ക് ആവശ്യമുള്ള എംപ്ലോയീസ് എത്രയാണ് അതിനെക്കുറിച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ വർക്ക് ലോഡ് അനാലിസിസും, അതേസമയം നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ലഭ്യമായ ജീവനക്കാരുടെ എണ്ണവും തരവും വേർതിരിക്കുമ്പോൾ അതിനെ വർക്ക് ഫോഴ്സ് അനാലിസിസ്, എത്ര വർക്ക് ഫോഴ്സ് നമ്മളെടുത്ത്, എത്ര എംപ്ലോയീസ് നമ്മളെടുത്തിട്ടുണ്ടെന്ന് കണക്കാക്കുക. അതായത് വർക്ക് ലോഡും വർക്ക് ഫോഴ്സും. വർക്ക് ലോഡ് ആവശ്യമുള്ള എംപ്ലോയീൻ്റെ കണക്കെടുക്കുമ്പോഴും വർക്ക് ഫോഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ കണക്കെടുക്കുമ്പോഴും പറയുന്ന പേരാണ് വർക്ക് ലോഡ് അനാലിസിസ്, വർക്ക് ഫോഴ്സ് അനാലിസിസ്. സെക്കൻഡ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ എത്ര ജോലിക്കാർ ആവശ്യമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അടുത്തത് എന്താണ്? റിക്രൂട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, അതായത് നമുക്ക് ആവശ്യമുള്ള ജോലിക്കാരെ, അനുയോജ്യമായ ആൾക്കാരെ അന്വേഷിക്കുക, സെർച്ച് ചെയ്യുക, അവരെ തൊഴിലിന് അപേക്ഷിക്കാനും വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. ഇതിന് പറയുന്ന പേരാണ് റിക്രൂട്ട്മെൻറ്റ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജീവനക്കാരുടെ ഉറവിടം കണ്ടെത്തുക. ഇറ്റ് ഈസ് ദ ഡിസ്കവറിങ് ദ സോഴ്സ് ഓഫ് എംപ്ലോയീസ്.
ജോലിക്കാരുടെ ഉറവിടം കണ്ടെത്തുകയാണ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്കാരെ ആവശ്യമുണ്ട്, ഇങ്ങനൊരു പോസ്റ്റ് ഒഴിവുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുകയും ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടാം. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് പ്രോസസ്സാണ്. ഓക്കെ, റിക്രൂട്ട്മെൻറ്റ് ഈസ് പോസിറ്റീവ് പ്രോസസ്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ്. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നൊരു ക്വസ്റ്റ്യനാണ് റിക്രൂട്ട്മെൻറ്റ് പോസിറ്റീവാണ്, സെലക്ഷൻ നെഗറ്റീവാണ്, ഡിസ്കസ് എന്നൊക്കെ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പോസിറ്റീവാകാൻ കാരണം ആളുകളെ ജോലിയിലേക്ക് പ്രേരിപ്പിക്കണം, അപേക്ഷ കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ആ ജോലി ഒഴിവുള്ളത് അവരെ അറിയിക്കുകയും ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഒരുപാട് ആളുകൾ അപേക്ഷ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പോസിറ്റീവ് പ്രോസസ്സാണെന്ന് റിക്രൂട്ട്മെൻറ്റിനെ പറയാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷനാണ്. സെലക്ഷൻ നമുക്കറിയാം അല്ലേ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദി റൈറ്റ് പേഴ്സൺ ഫോർ വേരിയസ് ജോബ്സ് ഫ്രം എമംഗ് ദി പൂൾ ഓഫ് പ്രോസ്പെക്റ്റീവ് ജോബ് കാൻഡിഡേറ്റ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസ് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. വിവിധ പോസ്റ്റിലേക്ക് അപേക്ഷിച്ച എംപ്ലോയീസിനെ അതിൽ നിന്നും അനുയോജ്യരായ വ്യക്തികളെ, എംപ്ലോയിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അവരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദി റൈറ്റ് പേഴ്സൺ, ശരിയായ വ്യക്തിയെ ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഫോർ വേരിയസ് ജോബ്, വ്യത്യസ്ത ജോബിലേക്ക്. ഫ്രം എമംഗ് ദി പൂൾ ഓഫ് പ്രോസ്പെക്റ്റീവ് ജോബ് കാൻഡിഡേറ്റ്സ്, അപേക്ഷ കൊടുത്ത വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിച്ച എംപ്ലോയീസിൽ നിന്ന് അനുയോജ്യരായ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷനിൽ നിന്ന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യണം, ബാക്കിയുള്ളവരെന്ത് ചെയ്യണം? ഒഴിവാക്കുകയാണ് അല്ലേ. സെലക്ട് ചെയ്താൽ മാത്രമേ സ്ഥാപനത്തിൽ എടുക്കുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഒഴിവാക്കും. സോ സെലക്ഷൻ ഈസ് നെഗറ്റീവ് പ്രോസസ്. റിക്രൂട്ട്മെൻറ്റ് പോസിറ്റീവ് പറഞ്ഞു, ഒരുപാട് ആളുകൾ അപേക്ഷ കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്, പോസിറ്റീവാണ്. അതേസമയം നെഗറ്റീവ് പ്രോസസ്സാണ് നമ്മൾ സെലക്ഷനിൽ നടത്തുന്നത്. ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തു, അതിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ആളുകളെ എടുത്തിട്ട് ബാക്കിയുള്ള ആളുകളെ ഫുള്ള് നമ്മൾ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണെന്ന് പറയാം. ഓക്കെ, ഫോർത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. പ്ലേസ്മെൻറ്റ് എന്താ? പ്ലേസ്മെൻറ്റ് റെഫേഴ്സ് ടു ദ എംപ്ലോയി ഓക്യുപ്പൈങ് ദ പോസ്റ്റ് ഫോർ വിച്ച് ഹി ഹാസ് ബീൻ സെലക്റ്റഡ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥി തൻ്റെ ജോലിയിൽ അപ്പോയിൻ്റ് ചെയ്യുക, അതിന് പറയുന്ന പേരാണ് പ്ലേസ്മെൻറ്റ്. റെഫേഴ്സ് ടു ദ എംപ്ലോയി ഓക്യുപ്പൈങ് ദ പോസ്റ്റ് ഫോർ ഷി ഹാസ് ബീൻ സെലക്റ്റഡ്. സെലക്ട് ചെയ്യുമ്പോൾ അതിനെ പ്ലേസ്മെൻറ്റ് എന്ന് പറയും, അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ. പ്ലേസ്മെൻറ്റ് മാത്രമല്ലല്ലോ, അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഓറിയൻറ്റേഷൻ. Orientation means it is the process of introducing the selected candidate to other employees and familiarizing the rules, policies and procedure of the organization. അതായത് ജോലിയിൽ അപ്പോയിൻ്റ് ചെയ്തു, ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാരനെ മറ്റു ജീവനക്കാർക്ക് പരിചയപ്പെടുത്തുക, അയാൾക്ക് സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും പോളിസി റൂൾസൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെയാണ് എന്ത് പറയുന്നത്? ഓറിയൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, നിയോഗിക്കലും പരിചയപ്പെടുത്തലും. ജോലിയിൽ സെലക്ട് ചെയ്ത അയാളെ നിയമിച്ചതിന് ശേഷം മറ്റു ജോലിക്കാർക്ക് അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഫിഫ്ത്ത് പോയിൻ്റ് ഓഫ് പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താ ട്രെയിനിങ്? നമുക്കറിയാം അല്ലേ. ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിങ് നോളജ് ആൻഡ് സ്കിൽ ടു എംപ്ലോയി ടു പെർഫോം ബെറ്റർ. അതായത് ബെറ്ററായിട്ട് അറിവും വൈദഗ്ധ്യവും ഉണ്ടാക്കാനും അതുവഴി പ്രവർത്തനക്ഷമത കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രക്രിയയാണ് പരിശീലനം. അതായത് ഒരാൾക്ക് ആ ജോലിയെക്കുറിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കലും അത് നല്ല രീതിയിൽ ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കണം, അയാൾ ട്രെയിൻ കൊടുക്കുകയാണ്, അയാൾക്ക് പരിശീലനം കൊടുക്കുകയാണ് ട്രെയിനിങ്. വേറൊരു പോയിൻ്റ് എന്തായാലും പറഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്.
ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് ഓവറോൾ ഗ്രോത്ത് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഓവറോൾ ഗ്രോത്ത്, അതായത് മൊത്തത്തിലുള്ള വളർച്ച കൈവരിക്കുന്ന പ്രക്രിയയാണ്. എങ്ങനെ? ഗ്രോത്ത് ഓഫ് എംപ്ലോയീസ് ടു ടേക്ക് അപ്പ് മാനേജീരിയൽ പൊസിഷൻ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ അവരെ വർക്കൊക്കെ ചെയ്യണം. അതായത് അത്രയും ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുമ്പോഴാണ് അയാൾ ടോട്ടലായിട്ട് അയാൾ ഡെവലപ്പ് ചെയ്യുന്നത്. മാനേജീരിയൽ സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ ജീവനക്കാരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ടോട്ടലായിട്ടുള്ള വളർച്ച കൈവരിക്കുക. ഇത്തരം പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ഡെവലപ്മെൻറ്റ്. 6th point of സ്റ്റാഫിംഗ് പ്രോസസ് ഈസ് പെർഫോമൻസ് അപ്രൈസൽ. ട്രെയിനിങ് കൊടുത്ത ആൾ ആ കൃത്യമായിട്ട് ജോലി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തണം. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആസ് അഗെയിൻസ്റ്റ് certain predetermined സ്റ്റാൻഡേർഡ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടോ, ഇത്ര ജോലി ഇത്ര കാര്യങ്ങൾ ചെയ്യണമെന്ന്. ആ സ്റ്റാൻഡേർഡ്, മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ് പ്രകാരം ജോലിക്കാരൻ്റെ പ്രകടനം വിലയിരുത്തുകയാണ്. ഇതിന് പറയുന്ന പേരാണ് പെർഫോമൻസ് അപ്രൈസൽ. അതായത് ഡിഫൈൻ അയാൾ ചെയ്ത ജോലി വിലയിരുത്തുക പറഞ്ഞാൽ അപ്രൈസ് ചെയ്യുക. അതായത് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് എടുക്കുകയാണ്. അയാളുടെ ജോലി നമ്മൾ ട്രെയിൻ കൊടുത്ത പോലെ, നമ്മൾ പറഞ്ഞ പോലെ അയാൾ ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പെർഫോമൻസ് അപ്രൈസൽ. 7th point ഓഫ് സ്റ്റാഫിംഗ് പ്രോസസ് ഈസ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. എന്താ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊമോഷൻ റെഫേഴ്സ് ടു ദ ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം a lower position to higher position with higher status, greater responsibility, better facility and better pay. ഇതങ്ങനെ പറഞ്ഞാൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യാണ്. ഒരു എംപ്ലോയിനെ ഷിഫ്റ്റ് ചെയ്യാണ് ഫ്രം എ ലോവർ പൊസിഷൻ, താഴ്ന്ന നിലയിൽ നിന്നും ടു ഹയർ പൊസിഷനിലേക്ക്. അങ്ങനെയാണല്ലോ അല്ലേ? അതായത് ഒരു ജോലിക്കാരനെ അയാളുടെ താഴ്ന്ന ജോലിയിൽ നിന്ന്, പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അതിന് പറയുന്ന പേരാണ് പ്രൊമോഷൻ. നമ്മൾ പ്രൊമോഷൻ കൊടുത്തു എന്ന് പറയും അല്ലേ? പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒറ്റയടിക്കാണ്ട് മുകളിലുള്ള ഉയർന്ന പദവി കൊടുത്താൽ പ്രൊമോഷൻ തീർന്നോ? ഇല്ല. അങ്ങനെ ഉയർന്ന പദവി ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് ഉത്തരവാദിത്തം കൂടും ഇല്ലേ? ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി കൂടും. പിന്നെയോ അയാൾക്ക് നല്ല സൗകര്യങ്ങളുണ്ടാവും, നല്ല ഫെസിലിറ്റി കൊടുക്കും, ദെൻ ഉയർന്ന ശമ്പളം കൊടുക്കും. ഇതിനൊക്കെ പറയുന്ന പേരാണ് പ്രൊമോഷൻ. അതായത് താഴ്ന്ന പദവിയിൽ നിന്ന് ജോലിക്കാരനെ ഉയർന്ന പദവിയിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളോടും മെച്ചപ്പെട്ട സൗകര്യങ്ങളോടും ഉയർന്ന ശമ്പളത്തോടും കൂടി മാറ്റുക എന്നതാണ് പ്രൊമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. മീൻസ് promotion refers to the shifting of an employee from a lower position to higher position with a higher status, greater responsibility, better facility and better pay. Last process, 8th process എന്ന് പറയുന്നത് compensation. Compensation refers to all form of pay or rewards given to employees for their work. അതായത് തൊഴിലാളികൾക്ക് അവരുടെ ജോലിക്ക് പകരമായി നൽകുന്ന എല്ലാ തരത്തിലുള്ള വേതനത്തെയും പ്രതിഫലത്തെയും കോമ്പൻസേഷൻ എന്ന് പറയും. അവർക്ക് കൊടുക്കുന്ന എല്ലാ തരം പ്രതിഫലവും അതിനൊക്കെ കോമ്പൻസേഷൻ എന്നാണ് പറയുന്നത്. അത് ഡയറക്റ്റായിട്ട് കൊടുക്കും. എങ്ങനെ? ക്യാഷ് രൂപത്തിൽ, സാലറി, വേജ്, എന്തെങ്കിലും കമ്മീഷൻ, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് പേയ്മെൻ്റ് എന്നും, അതേസമയം ഇൻഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട് ചില കമ്പനികൾ. അതായത് അവർക്ക് ഈ എംപ്ലോയീസിന് ഇൻഷുറൻസ് ഫെസിലിറ്റി കൊടുക്കുക, മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുക, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൊടുക്കുക. ഇതൊക്കെ ഇൻഡയറക്റ്റ് പേയ്മെൻറ്റ് എന്ന രൂപത്തിലാണ് കൊടുക്കുന്നത്. അതായത് ഡയറക്റ്റ് ക്യാഷ് കൊടുക്കല്ല, ഫെസിലിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് പേയ്മെൻറ്റും ഉണ്ട്, ഡയറക്റ്റ് പേയ്മെൻറ്റും ഉണ്ട്. Okay, compensation refers to all form of pay or rewards given to employees for their work. അവരുടെ ജോലിക്ക് അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് കോമ്പൻസേഷൻ. ഓക്കെ, ഈ സാലറി തന്നെ കോമ്പൻസേഷൻ 2 രൂപത്തിൽ കൊടുക്കും. പേയ്മെൻറ്റ് ആർ 2 types, ടൈം ബേസ്ഡ് ആൻഡ് പെർഫോമൻസ് ബേസ്ഡ്. ടൈം ബേസ്ഡ് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഫോർ സാലറി ആൻഡ് വേജ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം. അതായത് അയാളുടെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന കൂലി, ശമ്പളം, ഇവയ്ക്കൊക്കെ എന്ത് പറയും? ടൈം ബേസ്ഡ് എന്ന് പറയും. അതേസമയം അയാളെ പെർഫോമൻസ് ബേസ്ഡ് എന്ന് പറയുന്നുണ്ട്.
അതായത് സാലറി വേജ് പെയ്ഡ് അക്കോർഡിംഗ് ടു പീസ് വർക്ക് നമ്പർ ഓഫ് യൂണിറ്റ് ഹി പ്രൊഡ്യൂസ്ഡ്. അതായത് തൊഴിലാളി നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതെങ്ങനെയാണ്? ടൈം ബേസ്ഡ് പറഞ്ഞാൽ രാവിലെ മുതൽ ഇത്ര സമയം പണിയെടുത്താൽ കൂലി എന്നാണ്. അത് ടൈം ബേസാണ്. അതേസമയം അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനം, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്താലും രാവിലെ മുതൽ ഉച്ച വരെ എടുത്താലും അയാൾ എത്ര യൂണിറ്റ് പ്രോഡക്റ്റാണോ ഉണ്ടാക്കുന്നത്, എത്ര എണ്ണം പ്രോഡക്റ്റാണോ ഉണ്ടാക്കുന്നത്, ആ പ്രോഡക്റ്റിൻ്റെ എണ്ണത്തിൽ കൂലി കൊടുക്കുമ്പോൾ അതിനെ പെർഫോമൻസ് ബേസ്ഡ് പേയ്മെൻറ്റ് എന്ന് പറയും. ടൈം ബേസ്ഡും ഉണ്ട്, പെർഫോമൻസ് ബേസ്ഡും ഉണ്ട്. തെറ്റിപ്പോവരുത്. ടൈം പറഞ്ഞാൽ അയാൾ എടുക്കുന്ന എത്ര ടൈമിൻ്റെ ഉള്ളിൽ എടുക്കുക എന്നതാണ്. അതേസമയം പെർഫോമൻസ് പറഞ്ഞാൽ ടൈമല്ല വിഷയം, അയാൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റിൻ്റെ എണ്ണമാണ്. അതിനനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 8 പോയിൻറ്റുകളാണ്, 8 പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഒരു കൺക്ലൂഷനായിട്ട് പറയാം, സ്റ്റാഫിംഗ് പ്രോസസ്സിലെ 8 പോയിൻറ്റുകൾ, 8 സ്റ്റെപ്സ്. എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്, മനുഷ്യപ്രയത്നത്തിൻ്റെ ആവശ്യം കണക്കാക്കുക. ദെൻ റിക്രൂട്ട് ചെയ്യുക. ദെൻ സെലക്ഷൻ നടത്തി പിന്നെ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, അയാൾ അപ്പോയിൻ്റ് ചെയ്തു, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അയാൾക്ക് ട്രെയിനിങ് കൊടുത്തു. ദെൻ പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിൻ കൊടുത്ത രീതിയിൽ അയാൾ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തി. ദെൻ നല്ല രീതിയിൽ അയാൾ ജോലി ചെയ്തു, അപ്പോൾ അയാൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാൻ ചെയ്തു. ദെൻ പ്രൊമോട്ട് ചെയ്താൽ പിന്നെ സ്വാഭാവികമായിട്ടും അല്ലെങ്കിലും അയാൾക്ക് എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ, പ്രതിഫലം അയാൾക്ക് കൊടുക്കണം. ഈ രൂപത്തിൽ ഓർഡറായിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക. ഏറ്റവും സിമ്പിളാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.